നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് എനിക്കൊരു ഗിഫ്റ്റ് ലഭിക്കുകയുണ്ടായി. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒരുപാട് പുസ്തകങ്ങൾ അയച്ചു തന്നിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ സുഹൃത്തായിട്ടുള്ള പണ്ഡിറ്റ് ട്രബിൾ ജൂനിയർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എനിക്ക് ഏകദേശം 9ഓളം പുസ്തകങ്ങൾ ഒരു ബണ്ടിലായിട്ട് ഈ പ്രാവശ്യം അയച്ചു തന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണിത്. അദ്ദേഹത്തിന് പണ്ഡിറ്റ് ട്രബിൾ ജൂനിയറിന് വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ അർപ്പിക്കുന്നു. ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് അദ്ദേഹത്തിന് മുമ്പ് അയച്ചു തന്നിട്ടുണ്ട്. വലിയ പുസ്തകങ്ങൾ, ചെറിയ പുസ്തകങ്ങൾ ഉൾപ്പെടെ, കവിതാ പുസ്തകങ്ങൾ, നോവലുകൾ ഉൾപ്പെടെ ഒട്ടനേകം പുസ്തകങ്ങൾ അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ 9 പുസ്തകങ്ങൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. ചിത്രരശ്മി ബുക്സ് എന്ന് പറയുന്ന ഒരു പബ്ലിഷേഴ്സ്, അവരാണ് ഈ ഒരു പുസ്തകങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകങ്ങൾ അവർ ഒരുക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും കുറഞ്ഞ നിരക്കിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് പങ്കുവയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് ഒന്ന് കിടക്കാമെന്ന് കരുതുന്നു. ബിഗ് ഓഫർ, അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒന്ന് വായിക്കുകയാണ്. ബിഗ് ഓഫർ 277 കഥകൾ, പുസ്തകങ്ങൾ 9, 18 എഴുത്തുകാർ, 1000 രൂപയ്ക്കുള്ള പുസ്തകങ്ങളാണ്. വെറും 400 രൂപ മാത്രം, 400 രൂപയ്ക്ക് നമുക്ക് ലഭിക്കും. 60% ഡിസ്കൗണ്ട്. പ്രിയ വായനക്കാരോട്, കേരളത്തിലെ 5 പുസ്തക വിൽപ്പനക്കാരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സ്കീമാണിത്. നിങ്ങൾ തരുന്ന ഓരോ 400 രൂപയും അവരുടെ ഒരാഴ്ചത്തെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞാൽ ഞങ്ങൾ സംതൃപ്തരായി. സഹകരിക്കുമല്ലോ. കോപ്പികൾക്ക് ബന്ധപ്പെടുക. ചിത്രരശ്മി ബുക്സ്, ഫോൺ നമ്പർ 90 61 43 71 23. അപ്പോൾ എന്താ പറയുക, കുറച്ച് ഈ പുസ്തക വിൽപ്പനക്കാരുടെ 5ഓളം, കേരളത്തിലെ 5 പുസ്തക വിൽപ്പനക്കാരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ഏകദേശം 1000 രൂപയോളം വരുന്ന 9ഓളം പുസ്തകങ്ങളെ 400 രൂപയ്ക്ക് കുറഞ്ഞ നിരക്കിൽ 60% ഡിസ്കൗണ്ടോടുകൂടി അവർ ഈ ഒരു സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ട് നൽകുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന ആ ഒരു ഓഫറിൽ ഉള്ള 9 പുസ്തകങ്ങളാണ് ഈ പണ്ഡിറ്റ് ട്രബിൾ ജൂനിയർ എന്ന് പറയുന്ന പുള്ളി അവരിൽ നിന്നും വാങ്ങി എനിക്ക് അയച്ചു തന്നത്. അദ്ദേഹം പൈസ കൊടുത്തിട്ട് എനിക്ക് അയച്ചു തരികയാണ് ചെയ്തത്. ചിത്രരശ്മി ബുക്സ് ഈ ഒരു പുസ്തകം നേരിട്ട് എനിക്ക് അയച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന അൺബോക്സിന് മുമ്പ് തന്നെ പുസ്തകങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല, വായിച്ചിട്ടില്ല, അൺബോക്സ് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോ കാണുന്നവരിൽ ഭൂരിപക്ഷവും വായനക്കാരായിരിക്കുമല്ലോ. ആയിട്ടുള്ളവരായാലും അല്ലാത്തവരായാലും ഇത്തരത്തിലുള്ള ഒരു സംരംഭമായതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ എപ്രകാരമുള്ളതാണെന്ന് നമുക്കറിയില്ല എങ്കിലും ഇത്രയും കുറഞ്ഞ നിരക്കിൽ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഒരു സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണത്. അതുകൊണ്ട് തന്നെ കഴിയുന്ന എല്ലാവരും ഈ ഒരു പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക, അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇപ്പം പുസ്തകങ്ങൾ ഒരുപക്ഷെ ആവറേജ് ആയിരിക്കുക, അല്ലെങ്കിൽ മോശമായിരിക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരുന്നില്ലായിരിക്കും. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റൂ. എന്നാലും ഇത്രയും ഡിസ്കൗണ്ടോടുകൂടി ലഭിക്കുന്നു. അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി ആയതുകൊണ്ട് കഴിയുന്ന എല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, വാങ്ങിക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് അവർ അയച്ചു തന്നിട്ടുള്ള പണ്ഡിറ്റ് ട്രബിൾ ജൂനിയർ വഴി എനിക്ക് അയച്ചു തന്നിട്ടുള്ള ആ 9 പുസ്തകങ്ങൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ആ ഒരു വന്ന ഈ മോഡൽ. കണ്ടോ, ഇത്തരത്തിൽ ഉണ്ട്. ഏകദേശം നല്ല കട്ടിയുണ്ട് കേട്ടോ. എല്ലാ പുസ്തകങ്ങളും കൂടെ ചേരുമ്പോൾ ഏകദേശം എനിക്കിതിനു മുമ്പ് പണ്ഡിറ്റ് ട്രബിൾ ജൂനിയർ അയച്ചു തന്നിട്ടുള്ള ഏകാന്തതയുടെ മ്യൂസിയം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, MR അനിൽകുമാറിൻ്റെ. ആ ഒരു പുസ്തകത്തിന് 700ഓളം പേജുകളുണ്ട്. അപ്പോൾ ആ ഒരു പുസ്തകത്തിൻ്റെ അത്രയും കട്ടിയുണ്ട് ഇതിന്. കണ്ടോ, ആ പുസ്തകത്തിന് 700-ൽ കൂടുതൽ എങ്ങാണ്ട് വില ആ പുസ്തകത്തിന്. അപ്പോൾ 400 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അത്രയും കട്ടിയുള്ള ഇത്രയും പുസ്തകങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സിങ് ചെയ്ത് നോക്കിയാലോ. ഇതിലിങ്ങനെ കുറേ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനിടയ്ക്ക് ഒരുപാട് സമയമൊന്നും ലഭിച്ചില്ല, അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ. വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളം ആയെന്നോ തോന്നുന്നു. അദ്ദേഹം അയച്ചിട്ട് ഒരാഴ്ചയോളമായി. എനിക്ക് അൺബോക്സ് ചെയ്യാനുള്ള സമയം തന്നെ ഇതിനകം ലഭിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതിനുള്ള അവസരം ലഭിച്ചു. ചെയ്യാണ്. കണ്ടോ, ഓക്കെ. അപ്പോൾ അതിൻ്റെ കവറുകളും സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ.
സോ അതിൻ്റെ ഒട്ടിപ്പ് പോകുന്നില്ല, അതാ ഒട്ടിയിരിക്കുക. പോ. ആ ഒട്ടിപ്പോകും. അപ്പം നമുക്ക് പുസ്തകങ്ങളിലേക്ക് വന്നാലോ? ഓക്കെ, ഇതാ 9 പുസ്തകങ്ങൾ ഇതാ കണ്ടല്ലോ. കൊള്ളാമല്ലേ? അപ്പം ഇനി 9 പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നെട്ടെന്ന് കാണിച്ചു തരാം. ഒരു പുസ്തകം പത്മവ്യൂഹം എന്നുള്ള ടൈറ്റിലോടുകൂടി വന്നിട്ടുള്ള ഒരു പുസ്തകമാണ്. സലീം ചാമക്കാല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ചിത്രരശ്മി ബുക്സ് ആണ് പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഒരു പബ്ലിഷേഴ്സാണ്, ഞാൻ പറഞ്ഞു. ഇതിലുള്ള 9 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അവർ തന്നെ ആയിരിക്കും, അവർ തന്നെയാണ്. ഇപ്പോൾ പത്മവ്യൂഹം എന്ന് പറയുന്ന പുസ്തകം സലീം ചാമക്കാല എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ളത്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല, കഥകളായിരിക്കുമെന്ന് തോന്നുന്നു. കഥകളാണെന്ന് തോന്നുന്നു കേട്ടോ. കഥകൾ അടങ്ങിയിട്ടുള്ള പുസ്തകമാണെന്ന് തോന്നുന്നു. എന്തായാലും പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂവിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതായിരിക്കും. പുറകുവശം എങ്ങനെ വരും കണ്ടോ? കാണാമല്ലോ, നല്ല ക്ലാരിറ്റി ഉണ്ടോ? മുൻവശം എങ്ങനെ വരും? വൈകുന്നേരം സമയത്താണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ, സമയം ഒട്ടും കിട്ടാത്തതുകൊണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഇരുട്ടിൻ്റെ പ്രശ്നമോ വെട്ടം കിട്ടാത്ത അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാവിലെ സമയം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, അതുകൊണ്ടാണ് കിട്ടുന്ന സമയത്ത് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊരെണ്ണം ചിത്രരശ്മി ബുക്സിൻ്റെ തന്നെ അവർ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന മലയാളം കഥകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് അതിൻ്റെ പുറകുവശത്ത് എഴുതിയിരിക്കുന്നു, നവീന കഥയിലെ തീച്ചുളയിൽ നിന്നും ഹൃദയസ്പർശിയായ ഒരു പിടി കഥകൾ. അതിലേകദേശം 6 വ്യക്തിത്വങ്ങളെ പുറകെ ഇങ്ങനെ അവരുടെ പടങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവർ 6 പേരുടെയും കഥകളായിരിക്കാം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് കഥകളാണ് എന്നുള്ളതിനകത്ത്, കഥകൾ അടങ്ങിയിട്ടുള്ള പുസ്തകമാണെന്നുള്ളതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. സോ അതിൻ്റെ ടൈറ്റിൽ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കുഞ്ഞു പുസ്തകമാണ്. ഓക്കെ, 2ാമത്തെ പുസ്തകം ഫിനിഷ്. 3ാമത്തെ പുസ്തകത്തിലേക്ക് വരും. ഓക്സിജൻ പാർലറാണ് കേട്ടോ. ഓക്കെ, ഓക്സിജൻ പാർലർ എന്നുള്ള തലക്കെട്ടോടുകൂടി വന്നിരിക്കുന്ന ഒരു പുസ്തകം. കടാതി ഷാജി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. കണ്ടോ, മുൻവശം ഇതുപോലെ വരും. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ? പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ചിത്രരശ്മി ബുക്സ് തന്നെയാണ്. എല്ലാ പുസ്തകങ്ങളും ചിത്രരശ്മി ബുക്സ് ആയിരിക്കും പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്സിജൻ പാർലർ, കടാതി ഷാജി. ഓക്കെ, പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത 12 കഥകളുടെ ലിറിക്കൽ സിംഫണി പുറകിൽ എഴുതിയിരിക്കുന്ന കണ്ടോ. അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3ാമത്തെ. ഇനി 4ാമത്തെ പുസ്തകത്തിലേക്ക് വരാം. 4ാമത്തെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് അനാദി ചുവരുകൾ എന്നുള്ളത്. ജിജോ രാജകുമാരി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു പുസ്തകങ്ങളുടെ പേരുകൾ കേൾക്കുന്നത്, എഴുത്തുകാരെ പറ്റി അറിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം വളരെ പോപ്പുലർ ആയിട്ട് ഉള്ളതല്ലാത്ത വ്യക്തിത്വങ്ങളാണ് ഇതിനകത്ത് ഉള്ള എഴുത്തുകാരും അതുപോലെ തന്നെ പുസ്തകങ്ങളും. ഓക്കെ, അതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? എല്ലാ സത്യങ്ങളും കഥകളാണ്, എന്നാൽ എല്ലാ കഥകളും സത്യങ്ങളാകണമെന്നില്ല. ഈ കഥാസമാഹാരത്തിലെ കഥകളെല്ലാം ജീവിതത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒരു തിരുനാളം കൊളുത്തി വയ്ക്കുന്ന വായന അനുഭവം പകരുന്നവയാണ്. എഡിറ്റർ അവരുടെ അഭിപ്രായം. ഓക്കെ, പുറകുവശം എന്താ ഇതുപോലെ. മുൻവശം ഞാൻ കാണിച്ചല്ലോ. മുൻവശം വന്നിട്ട് തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന നോവൽ, തകഴിയുടെ നോവൽ. ഇതേപോലെ ഒരു അല്ലേ, അങ്ങനെ കണ്ടുണ്ടല്ലോ, ഒരു ഇതേപോലെ ഒരു തൊട്ടിയുടെ ബക്കറ്റിൻ്റെ പടവും ഒരു ചൂലിൻ്റെ പടവുണ്ട്. ഇതിനകത്ത് ചൂല് ഇല്ല. ഓക്കെ, എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. ഓക്കെ, പുറകുവശം എന്താ ഇതുപോലെ ഒരു കണ്ടോ, അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗി. ചെറിയ പുസ്തകങ്ങളാണെല്ലാം. ഈ മറ്റേ 5ാമത്തെ പുസ്തകം കടവൾ സഹായം പടക്ക കമ്പനി. അത് കൊള്ളാല്ലേ? അടിപൊളി. നമ്മൾ ഈ കൂട്ടുകാർ തമ്മിൽ, ചെറുപ്പക്കാരായിട്ടുള്ള കൂട്ടുകാർ തമ്മിൽ ചേരുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ പുതിയ പുതിയ വാക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ, നല്ല കിടിലൻ വാക്കുകൾ. അതുപോലെ തോന്നുന്നു കടവൾ സഹായം പടക്ക കമ്പനി. നല്ലൊരു ടൈറ്റിലോട് കൂടി വന്നിട്ടുള്ള ഒരു പുസ്തകം. MV ഷാജി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പുസ്തകം രചിച്ചിരിക്കുന്നത്. കണ്ടോ, മുൻവശം ഇങ്ങനെ ഒരു കൊച്ചു പയ്യൻ്റെ പടം കൊടുത്തിരിക്കുന്നു. വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ പുറകിലേക്ക് നടന്നു നീങ്ങുന്നു. ഒരു നഗരമാണെന്ന് തോന്നുന്നു, നല്ല ജനസാന്ദ്രത. ഒരു വ്യക്തി സൈക്കിളിൽ ഇങ്ങനെ വരുന്നുണ്ട്, അദ്ദേഹത്തിന് മുഖത്ത് മ്ലാനം. ചിത്രത്തെ പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തായാലും ആ കുട്ടി നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സുന്ദരനായ പയ്യൻ. ഓക്കെ, മുൻവശം ഇങ്ങനെ വരും. പുറകുവശത്ത് പുസ്തകത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. കഥകൾ അടങ്ങിയിട്ടുള്ള പുസ്തകമാണ്. ഓക്കെ, അതിൻ്റെ പിന്നീടുള്ള വിവരങ്ങൾ ഞാൻ മറ്റ് റിവ്യൂവിലൊക്കെ തന്നെ ഉൾപ്പെടുത്താം. ഇപ്പം വീഡിയോ കൂടുതൽ ഒരുപാട് ലെങ്ത് ആയി പോകും, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ പുറകുവശം ഇതുപോലെ വരും. ഓക്കെ, 6ാമത്തെ പുസ്തകം ദശാംശം എന്നുള്ള ടൈറ്റിലോട് കൂടി വന്നിട്ടുള്ള പുസ്തകം. പുതുഭാവുകത്വത്തിൻ്റെ ജീവാംശം അതിൻ്റെ സബ് ടൈറ്റിൽ. അപ്പോൾ ദശാംശം പുതുഭാവുകത്വത്തിൻ്റെ ജീവാംശം പുസ്തകത്തിൻ്റെ മൊത്തം പേര്. ദശാംശം എന്നുള്ളത് അതിൻ്റെ പ്രധാന പേര്. ഞാൻ ഫ്രണ്ട് പേജ് കാണിച്ചു തരാം.
എഡിറ്റർ എന്ന് പറയുന്നത് MV ഷാജി, എഡിറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, MV ഷാജി. പിന്നെ ഏകദേശം 3, 6, 9, 10 ആൾക്കാരുടെ പേരുകൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല, അവരുടെ കഥകളാണോ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 10 പേരുടെയും കഥകളായിരിക്കാം അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതോ മറ്റെന്തെങ്കിലും ആണോ, വിവരണങ്ങളാണോ എന്നുള്ള കാര്യം അറിയില്ല. അതെന്തായാലും പിന്നീട് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് വിശദീകരിച്ചു തരാം. മുൻവശം എന്താ ഇതുപോലെ വരും, കണ്ടോ? ഒരു ലൈറ്റ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, കവർ ഡിസൈനാണ്. കണ്ടോ കണ്ടോ, വളരെയധികം ലൈറ്റ് ആയിട്ടുള്ള, കണ്ടോ, ചെറുമധുരമുള്ള പാൽപ്പായസം എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ നിലാ വെളിച്ചം എന്നൊക്കെ പറയുന്നതാണ്. 1, 2, 1, 5, 6, 7ാമത്തെ പുസ്തകം. കവർ എല്ലാം നല്ല ഇതുണ്ട് കേട്ടോ, പുറമൊക്കെ നല്ല ഗ്ലൈസിങ്ങാണ്, നല്ല സ്മൂത്ത്, നല്ല പുസ്തകങ്ങൾ. ഓക്കെ, വേറൊരു അടുത്ത 7ാമത്തെ പുസ്തകം അല്ലേ, സക്കീർ പി പുന്നയൂർക്കുളം. സക്കീർ പി ആണെന്ന് തോന്നുന്നു. സക്കീർ പി പുന്നയൂർക്കുളം എന്ന് PO. സക്കീർ പി പുന്നയൂർക്കുളം PO. അതാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. ഈ എന്താ, കടവുൾ സഹായം പടക്ക കമ്പനി എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ വളരെയധികം സുന്ദരമായിട്ടുള്ള, കേൾക്കാൻ നല്ല രസമുള്ള ഒരു ടൈറ്റിലാണ്. ഫ്രീക്ക് ടൈറ്റിൽ എന്നൊക്കെ പറയത്തില്ലേ, സക്കീർ പി പുന്നയൂർക്കുളം PO. ഓക്കെ, ഒരു അഡ്രസ്സാണ്. ഡോക്ടർ ഹരിദാസൻ C വന്നേരി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ഓക്കെ, മുൻവശമായി ഇതുപോലെ വരും. മറ്റേ ആ പോസ്റ്റ് ഇതൊക്കെ ഇടുന്ന ആ ബോക്സ്, അതാണോ? ലെറ്റർ ബോക്സിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ? പുറകിൽ ഇതേപോലെ കൊടുത്തിരിക്കുന്നു. സാറാ ജോസഫ് എന്ന് പറയുന്ന മികച്ച എഴുത്തുകാരി, നമുക്കറിയാം, മാറ്റാത്തി. സാറാ ജോസഫ്, സാറാ തോമസ് എന്തോ മാറ്റാത്തിയൊക്കെ എഴുതിയ അവരല്ലേ? അവരുടെ ഒരു ചെറിയൊരു അഭിപ്രായം, സന്തോഷ് ചിറ്റിലടത്തിൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പുസ്തകത്തിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്നു. സക്കീർ പി പുന്നയൂർക്കുളം PO. ഓക്കെ, പുസ്തകത്തിൻ്റെ പുറകുവശം. ഇനി 8ാമത്തെ പുസ്തകത്തിലേക്ക് വരാം. 1, 2, 3, 4, 5, 6, 7, 8ാമത്തെ പുസ്തകം. 8ാമത്തെ പുസ്തകത്തിൻ്റെ പേര് ചിരിത ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു സ്ത്രീ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. സാരംഗ് S മുണ്ടയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. മുൻവശം ഇതുപോലെ വരും, കണ്ടോ? കവർ ഡിസൈൻ വളരെയധികം ഭംഗിയുള്ള, നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ചേച്ചി നിൽക്കുന്നു. ചേച്ചിയാണോ അനിയത്തിയാണോ, എന്തായാലും സുന്ദരിയാണ്. പിന്നെ അവരുടെ കണ്ണുകളാണ് കൊടുത്തിരിക്കുന്നത്. കണ്ണുകൾ വളരെ സുന്ദരമാണ്. പക്ഷേ ചിത്രം മൊത്തത്തിലൊരു സാഡ് ഇതാണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. രക്തത്തിൻ്റെതായിട്ടുള്ള വെറ്റിലക്കറയോ എന്തോ കൊടുത്തിരിക്കുന്നു. പിന്നെ കണ്ണിൽ കണ്ടോ, കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വിഷമത്തിൻ്റെ ഒരു ഭാവമാണ് തളം കെട്ടി നിൽക്കുന്നത്. സുന്ദരമാണ്, ബട്ട് വിഷമമാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്ന കഥകളായിരിക്കും തോന്നുന്നു. സ്ത്രീ സംബന്ധിയായിട്ടുള്ളതും അവരുടെ വിഷമപരമായിട്ടുള്ള സംഗതികളായിരിക്കും ഇതിനകത്ത് വിവരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സാരംഗ് S മുണ്ടയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പടം പുറകിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു പയ്യനാണ് കേട്ടോ. പിന്നെ സുരേഷ് തെക്കീട്ടിൽ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു ചെറിയൊരു വിവരണം പുറകിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, നിരൂപണമായിരിക്കാം. സാരംഗ് S മുണ്ടയ്ക്കൽ എന്ന് പറയുന്ന പുള്ളി, അദ്ദേഹം ഒരു പയ്യനാണ്. അദ്ദേഹം തിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കണ്ടോ. ഇതാണ് പുറകുവശം എന്ന് പറയും. 9ാമത്തെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. എനിക്കറിയാം എൻ്റെ അമ്മ. 9ാമത്തെ പുസ്തകം, ഏറ്റവും അവസാനത്തെ പുസ്തകം. ഓക്കെ, പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എനിക്കറിയാം എൻ്റെ അമ്മ നുണ പറയില്ല എന്ന്. ഏതോ കുട്ടിയുടെ ഒരു ഡയലോഗാണെന്ന് തോന്നുന്നു. നുണ, എനിക്കറിയാം എൻ്റെ അമ്മ നുണ പറയില്ല എന്ന്. അത് സബ് ടൈറ്റിലൊരു കൊടുത്തിരിക്കുന്നു. പുസ്തകത്തിൻ്റെ പ്രധാന പേരെന്ന് പറയുന്നത് നുണ എന്നാണ്. ഓക്കെ, ആദർശ് കെ സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പുസ്തകം രചിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ VS അനിൽകുമാറിൻ്റെ ഒരു നിരൂപണത്തിൽ നിന്നുള്ള വരികൾ കൊടുത്തിട്ടുണ്ട്. കഥാപുസ്തകങ്ങളാണെന്ന് തോന്നുന്നു. മറ്റെല്ലാ വിവരങ്ങളും ഞാൻ റിവ്യൂവിൽ പറയും. എല്ലാ വിവരങ്ങളും ഡീപ്പായിട്ട് നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഓക്കെ, പുറകുവശം മുൻവശം ഞാൻ ഇതുപോലെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, കൊള്ളാല്ലേ? പുറകുവശം ഇതുപോലെ വരും. ഇപ്പോൾ 9 പുസ്തകങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. 9 പുസ്തകങ്ങളുടെയും പൊതുവായിട്ടുള്ള സവിശേഷതകളെന്ന് പറയുമ്പോൾ, ഒന്ന്, ചെറിയ പുസ്തകങ്ങളാണ്, എല്ലാം കുഞ്ഞു പുസ്തകങ്ങളാണ്. പിന്നെ കൂടുതലും കഥകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം നല്ല നല്ല മണമുള്ള പുസ്തകങ്ങളാണ്. പുതിയ പുസ്തകങ്ങളാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. സുഗന്ധം പരക്കുന്നു. ആ ഒരു പുതിയ പുസ്തകങ്ങളുടെ ആ ഒരു ഗന്ധമുണ്ടല്ലോ, അത് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുന്നത് പോലെ ലയിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാം കുഞ്ഞു പുസ്തകങ്ങളാണ്. അതിൻ്റെ വിലകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം 400 രൂപയ്ക്ക് ലാഭമാണ്. കാരണം ഓരോ പുസ്തകങ്ങളും 100 രൂപയ്ക്ക് പുറത്ത് വില വരുന്നുണ്ട്. 9 പുസ്തകങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏകദേശം 1000-ഓളം വരില്ലേ? 100-ന് പുറത്ത് വില വരുന്ന പുസ്തകങ്ങളും ഉണ്ടോ? മിനിമം 100 രൂപയാണ് മിക്ക പുസ്തകങ്ങൾ.
നല്ല ലാഭത്തിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ല. പുതിയ എഴുത്തുകാരാണ് ഇവരെല്ലാവരും തന്നെ, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഞാൻ ഇപ്പോൾ അറിയുന്ന എഴുത്തുകാരാണ്. പുസ്തകങ്ങളും അതുപോലെ തന്നെ ഞാനിപ്പോൾ അറിയുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഈ ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവരുടെ ഇതൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അക്കൗണ്ടിൽ കണ്ട ഒരു സംഭവമാണ് ഞാനിപ്പോൾ വായിച്ചത് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവരുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് ചെയ്യാൻ ഞാൻ നമ്പർ ആദ്യം സൂചിപ്പിച്ചു. നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. കോൾ ചെയ്തുകൊണ്ട് പുസ്തകങ്ങൾ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പരമാവധി എല്ലാവരും വായനക്കാർ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുസ്തകങ്ങളുടെ ഒരു ലോകത്തിൽ ഉള്ള ഒരു സംഗതിയെ സംബന്ധിച്ചുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ നിന്നും അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിൽ അവരെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പണ്ഡിറ്റ് ട്രബിൾ ജൂനിയർ എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തിന് പ്രത്യേകം നന്ദി. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം അദ്ദേഹം അയച്ചപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. വായിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. കാരണം വളരെ ലാഗാണ്. എനിക്ക് പുസ്തകം അയച്ചു തന്നിട്ട് പിന്നെ ഇപ്പം തന്നെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പുസ്തകം അൺബോക്സ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഓരോ പുസ്തകങ്ങളും വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂസ് ചാനലിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കത് കാണാം. താല്പര്യമുള്ളവർക്ക് പിന്നീട് എന്താ പറയുക, പുസ്തകങ്ങൾ ഓരോന്നായിട്ട് വായിക്കണവർക്ക് അങ്ങനെ വാങ്ങിക്കാം. ബണ്ടിലായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ വളരെയധികം സന്തോഷം. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.